മതമേതായാലും സത്യം തുറന്നു പറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. He was the only Muslim who had participated in the excavations. യിലേക്ക് എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ പോക്കൻ? ഒരു പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റില്ല. ജാതിയെക്കാട്ടിലും മതത്തിനെക്കാട്ടിലും നമ്മുടെ വികാരത്തെക്കാട്ടിലും വളരെയധികം ഇതാണ് കോടതിയും അതിന്റെ വിധി. എത്രയും വേഗം പള്ളിയുടെ പണി പൂർത്തിയാവട്ടെ എന്ന് എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Jollification was also seen down under. ഇഞ്ച് ഭൂമിക്ക് വേണ്ടി പോലും ഒരു രാജ്യവുമായിട്ട് ഇതുവരെ ഒരു യുദ്ധത്തിന് പോകാത്തൊരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ഓർക്കണം. നടക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതൊന്നും ഓർത്തിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വളരെയധികം വിഷമം തോന്നി. കുറച്ച് ഒരു ഒരു അവർ ഈ സ്ഥലം കണ്ടിട്ടില്ല. അവർ പോയി അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പ്രൊഫസർ BB ലാൽസും അദ്ദേഹത്തിൻ്റെ സംഘവും അവിടെ എക്സ്കവേറ്റ് ചെയ്തു. പക്ഷേ ക്ഷേത്രത്തിന് ആധാരമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ രാജ്യം ഇന്ന് 75ാം ദിന റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്, വളരെ പ്രൗഡായിട്ടുള്ളൊരു ദിവസമുണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ. അപ്പം ഈ 75ാം വർഷദിന റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രശ്നത്തിന് കൂടെ തറക്കല്ലിടുകയാണ് നമ്മുടെ ഭാരത സർക്കാർ. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ എല്ലായിടത്തും കേട്ടുവരുന്ന നമ്മുടെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഈ ജനുവരി 22-ാം തീയതി കഴിഞ്ഞത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്ത് പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം പ്രധാനമന്ത്രി നമ്മുടെ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് വന്ന സമയത്ത് മമ്മൂട്ടി കൈകെട്ടി നിന്നതാണോ മലയാളികളുടെ പ്രശ്നം, അതോ സിനിമാ നടൻ മോഹൻലാൽ അക്ഷതം സ്വീകരിച്ചു? അപ്പോൾ നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം തന്നെ വരുന്നത്. മോഹൻലാൽ അക്ഷതം സ്വീകരിച്ചതാണോ മലയാളിയുടെ യഥാർത്ഥ പ്രശ്നം? ആ ഒരു അധപ്പതിച്ച അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാബറി മസ്ജിദ് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നം എപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഉടലെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1850കളിൽ ഒരു വാദം ഉയർന്നു വരികയാണ്. ഈ പള്ളി നിന്ന സ്ഥലത്ത് ഒരു അമ്പലമാണെന്നും ുള്ളതാണ്. അതിനാലൊക്കെ തന്നെ അത് തിരിച്ചു വേണമെന്ന അവകാശവാദങ്ങളുമായിട്ട് വലിയ തോതിൽ തന്നെ രംഗത്തേക്ക് വരുന്നുണ്ട്. അത് പിന്നീട് ബ്രിട്ടീഷ് കോടതികളിലേക്ക് പോലും എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ തന്നെയും ചരിത്രാന്വേഷികളായിട്ടുള്ള പല ആളുകളും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വശമുണ്ട് ഇതിന്. 1887 ശിപ്പായി ലഹള ബ്രിട്ടീഷുകാർക്ക് വളരെയധികം വെല്ലുവിളിയിൽ നേരിട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ജാതി മത ഭേദമില്ലാത്തുള്ള ഐക്യം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഈ കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ അവരൊരു കുതന്ത്രം ഉപയോഗിച്ചു. ഇന്ത്യക്കാർ ഈ ഐക്യം, ജാതി മത ഭേദമില്ലാത്ത ഈ ഐക്യം മനസ്സിലാക്കിയ അവർ നമ്മുടെ ഈ ഐക്യം തകർത്തെറിയുന്നതിന് വേണ്ടി അവരെല്ലാ തവണയും ഇറക്കാറുള്ളൊരു വിദ്യ എന്താണ്? വേറൊന്നുമല്ല, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു തന്ത്രമാണ് അവർ ഇവിടെയും കൊണ്ടുവന്നത്. പിന്നീട് തന്ത്രം തന്നെയാണ് അവർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർപിരിക്കാനും ഉപയോഗിച്ചത്. എന്നാൽ അവരുടെ ഈ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നിയമത്തെ ശക്തമായിട്ട് എതിർത്ത അന്നത്തെ കാലത്തെ അവിടുത്തെ ഹിന്ദു മതവിശ്വാസിയായ ബാബ രാംദാസ് എന്ന സന്യാസിയും മുസ്ലിം വിഭാഗത്തിൻ്റെ നേതാവായിരുന്ന അമീർ അലി എന്ന പണ്ഡിതനെയും അതിക്രൂരമായിട്ട് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയാണ് അന്ന് ചെയ്തിട്ടുണ്ടായത്. ഈ പള്ളി അമ്പലം നിന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം എക്സ്കവേറ്റ് ചെയ്തത് ഒരു മലയാളി കൂടിയായ KK മുഹമ്മദ്, പത്മശ്രീ KK മുഹമ്മദ് എന്ന് പറയുന്നൊരു ആർക്കിയോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുകയുണ്ടായി, ഈ ആദ്യത്തെ എക്സ്കവേഷനിൽ അവർ കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളി നിൽക്കുന്നതിൻ്റെ പില്ലറുടെ ബേസിലായിട്ട് 12 തൂണുകൾ, അതായത് ക്ഷേത്രത്തിൻ്റെ തൂണുകൾ റിനോവേറ്റ് ചെയ്താണ് ഈ പള്ളി പണിതതെന്ന് കണ്ടെത്തുകയുണ്ടായി. അത് ഈ പള്ളിയുടെ 12 തൂണുകൾ അത് ക്ഷേത്രത്തിൻ്റെ തൂണുകളാൽ രണ്ടാമതായിട്ട് റീയൂസ് ചെയ്തതായിരുന്നു. ഇതിന് പുറമെ 263 ടെറാക്കോട്ട പീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ, സ്ത്രീകളുടേതും ദേവന്മാരുടേതും പിന്നെ നായകളുടേതും, ഇതൊക്കെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള പ്രതിമകളാണ്. രണ്ടാമത് ഈ സൈറ്റ് റീഎക്സ്കവേറ്റ് ചെയ്തത് PR മണി എന്ന് പറയുന്ന പ്രൊഫസറും ഒരു ആർക്കിയോളജിസ്റ്റുമാണ്. അപ്പോൾ ഇതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ 17 റോകളായിട്ട് 50-ൽ പരം തൂണുകളുടെ ബ്രിക്ക് ബേസുകൾ ഇവിടുന്ന് കിട്ടുകയുണ്ടായി. പിന്നീട് ഇതേ തെളിവുകൾ തന്നെയാണ് സുപ്രീം കോടതിയിൽ ഹാജരാക്കുകയും ഈ കേസിന് ശക്തമായൊരു വിധി വരാനുള്ള കാരണമാവുകയും ചെയ്തത്. ടെറാക്കോട്ട ആൻറ്റിക്വിറ്റീസ്, ധാരാളം പ്രതിമകൾ, ഈ പ്രതിമകൾ മുഴുവനും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു, അതല്ലാതെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
അവിടെ ഈ പള്ളിയുടെ മുമ്പ് ഒരു ഭവ്യമായ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അന്നത്തെ പ്രൊഫസർ BB ലാൽ എത്തിച്ചേർന്നിരുന്നത്. മകരപ്രണാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ വിഗ്രഹം ഏതാണോ അതിനെ കുളിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴുകി പോകുന്നതിനാണ് പ്രണാള എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും പള്ളികളിൽ ഉണ്ടാവുകയില്ല, മറ്റൊരു സ്ഥലങ്ങളിലും ഉണ്ടാവുകയില്ല. ഇത് അമ്പലങ്ങളിൽ മാത്രമേ കണ്ടുവരുന്നത്. മകരപ്രണാള എന്ന് പറഞ്ഞാൽ മുതലയുടെ മുഖത്തോടു കൂടിയുള്ള പ്രതിമ. അപ്പം മുതല എന്ന് പറഞ്ഞാൽ ഹിന്ദു ഐഡിയോളജി പ്രകാരം ഗംഗാ നദിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതും അവിടുന്ന് കിട്ടുകയുണ്ടായി. അതേ തൂണികത്തിൽ കൊത്തിവെച്ച പൂർണ്ണ കലശവും മറ്റ് വിഗ്രഹങ്ങളുമൊക്കെ ഞാൻ തന്നെ കണ്ടതാണ്. അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ അയോധ്യ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യം ഒരു സാധാരണ ഹിന്ദുവിന് ഈ സ്ഥലങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഭവ്യ ക്ഷേത്രം പണിയാൻ വേണ്ടി ഈ സ്ഥലം വിട്ടുകൊടുക്കേണ്ടതാണ് എന്നും പറയുകയുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിൽ ഓടി വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എത്ര കൊല്ലം ഇട്ട് കുഴിച്ചു മൂടിയാലും ഒരു നാളത് പുറത്തു വരും. കലാം സാർ, അതേപോലെ ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ട മറ്റൊരാളാണ് പത്മശ്രീ KK മുഹമ്മദ് സാർ. വളരെയധികം അഭിമാനമുണ്ട് സാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തിച്ചതിലും. സത്യസന്ധമായിട്ട് അത് തുറന്നു പറയാൻ കാണിച്ച ഈ മനസ്സ് എല്ലാ ഇന്ത്യക്കാരും നമസ്കരിക്കുന്നു. ഇനി നമുക്ക് സുപ്രീം കോടതി വിധി എന്താണെന്ന് നോക്കാം ഈ കേസിനെ കുറിച്ച്. ഇപ്പോൾ 2019 നവംബറിൽ 1000 പേജ് അടങ്ങുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി ഈ കേസിനെ അടിസ്ഥാനമാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വിധി എന്താണ് പറയുന്നത്? ഒരുപാട് വർഷക്കാലം ഒരു സ്ഥലത്ത് മുസ്ലിം സഹോദരങ്ങൾ ആചാരം നടത്തിയെന്ന് വെച്ച് അവർക്ക് ഈ പള്ളിയുടെ അവകാശം അവിടെ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അവർ ബാലൻസ്ഡ് ആയിട്ടുള്ള വിധിയായിരുന്നു. കാരണം മുസ്ലിങ്ങൾ 2.67 ഏക്കേഴ്സിന് വേണ്ടിയായിരുന്നു അവർ കേസ് കൊടുത്തിരുന്നത്. പക്ഷേ അതിനേക്കാൾ അതിന് ഡബിളായിട്ടുള്ള ഇരട്ടിയായിട്ടുള്ള സ്ഥലം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയുണ്ടായി. ഈ സ്ഥലം പൂർണ്ണമായും ഹിന്ദു സമുദായത്തിനും കൊടുത്തു. ഹിന്ദു സമുദായം അവർക്ക് ഈ സ്ഥലം മാറ്റാൻ പറ്റുകയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് മറ്റൊരു സ്ഥലത്തേക്ക് ഹിന്ദു സമുദായത്തിന് മാറ്റാൻ കഴിയുകയില്ല. മറിച്ച് മുസ്ലിങ്ങളെ കുറിച്ചിടത്തോളം അത് മുഹമ്മദ് നബിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഹമ്മദ് നബിയുമായി ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറയാമായിരുന്നു ഞങ്ങൾക്കും ഒരവകാശമുണ്ട് എന്ന്. ഒന്നുമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും നമ്മളെ ഇന്ത്യക്കാരെല്ലാം വളരെ ശക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ വേറെ ആരും വരത്തില്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് ചെയ്യാൻ സാധിച്ചില്ല, പിന്നെ ആരാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അത് ചെയ്യുക? പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് അന്ന് എല്ലാ ഇന്ത്യക്കാരും വീടുകളിൽ വിളക്ക് കത്തിക്കണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞാനത് ചെറുതായിട്ട് നമ്മൾ ആഘോഷിച്ചു. കാരണം അവർ കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെല്ലാ ഇന്ത്യക്കാരും, അതിൽ ജാതി മതമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്കൊരു വിളക്ക് കത്തിക്കുന്നതിലൂടെ ഒരു തെറ്റുമില്ല. അത് നമുക്ക് വേണ്ടി നമ്മൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അത് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ വീട്ടിൽ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ, നമ്മുടെ വീടിൻ്റെ 4 മൂലയ്ക്ക് നമ്മളൊരു വിളക്ക് കത്തിക്കുന്നു, അതിൻ്റെ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലാണ് കിട്ടുന്നത്. അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാവരും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തുമാത്രം പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ രാജ്യത്തുണ്ടാവുക. ഈ അമ്പലം ഇന്ത്യയുടെ നേട്ടങ്ങളിലേക്ക് എങ്ങനെ വഴിത്തിരിവാകുന്നു എന്ന് പരിശോധിക്കാം. 2 തരത്തിലുള്ള നേട്ടങ്ങളാണ്. ഒന്ന് ഡൊമസ്റ്റിക്, ഒന്ന് ഇന്ത്യക്ക് അകത്തും, രണ്ടാമത് ഇൻ്റർനാഷണലി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനവും കാര്യങ്ങളും. ഇന്ത്യൻ റെയിൽവേ പുതിയൊരു രാമായണ സർക്യൂട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. 8000-ലധികം കിലോമീറ്റർ കവർ ചെയ്യുന്ന 18 ദിവസം നീണ്ടിരിക്കുന്ന ഒരു യാത്രയാണ്. റെയിൽവേ റൂട്ട് ബന്ധിപ്പിക്കുന്നത് അയോധ്യ, ചിത്രകൂട്ട്, ബക്സർ എന്ന് പറയുന്ന സ്ഥലങ്ങളെയാണ്. ലോക ഭൂപടത്തിൽ ഈ റെയിൽവേ റൂട്ടിന് ഒരു ഇടം പിടിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ഈ രാമക്ഷേത്രത്തിൽ.
ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ടോപ്പ് ടൂറിസ്റ്റ് രാജ്യങ്ങളുടെ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ഒന്നാമത് നിൽക്കുന്നത് ബംഗ്ലാദേശാണ്, രണ്ടാമത്തെ USA, അതിൽ 9ാമതാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യയും, 11ാമതാണ് തായ്ലൻഡും വരുന്നത്. അപ്പം നമ്മുടെ ഈ രാമക്ഷേത്രത്തിൻ്റെ വരവോടുകൂടി ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് രാമൻ ജനിച്ച സ്ഥലത്തെയും അയോധ്യയും കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പം കാരണം പറയുകയാണെങ്കിൽ സൗദി അറേബ്യ കഴിഞ്ഞ വർഷം $20 ബില്യൺ സൗദി അറേബ്യ റിലീജിയസ് ടൂറിസത്തിലൂടെ വരുമാനം നേടി. ഇനി അവരുടെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരാനിരിക്കുന്ന വർഷങ്ങൾ $350 ബില്യൺ വരുമാനം ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ് റിലീജിയസ് ടൂറിസത്തിലൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കയിലോട്ടൊക്കെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ വ്രതമെടുത്ത് പോകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ശബരിമലയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതൊക്കെ റിലീജിയസ് ടൂറിസത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭാവി വാർത്തെടുക്കാൻ സമയമായി. അപ്പോൾ ഈ നിർമ്മിതി അതിന് വലിയൊരു വഴിത്തിരിവാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. വേറെ മനസ്സിൽ വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്, പള്ളി എവിടെ? മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന പുതിയൊരു പള്ളി 5 ഏക്കർ സ്ഥലത്ത്, അതായത് 2.27 ഏക്കർ സ്ഥലത്തിന് വേണ്ടിയിട്ടായിരുന്നു മുസ്ലിം സഹോദരങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വിധിയാണ് നമ്മുടെ സുപ്രീം കോടതി ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 5 ഏക്കർ സ്ഥലം പള്ളി പണിയാൻ വിട്ടുകൊടുക്കുകയും താജ്മഹലിനേക്കാൾ മനോഹരമായ ഒരു പള്ളി അവിടെ പണി കഴിപ്പിക്കുമെന്നാണ്. എത്രയും വേഗം പള്ളിയുടെ പണി പൂർത്തിയാവട്ടെ എന്ന് എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതാവണം ഒരു രാമരാജ്യത്തിൻ്റെ ലക്ഷ്യവും, അതാവണം എല്ലാ ഇന്ത്യക്കാരുടെ ലക്ഷ്യവും. ജയ് ഹിന്ദ്.